സമാപന ഭാഷണം നിർവഹിക്കുന്നതിനു വേണ്ടി ബഹുമാന്യനായ അഹമ്മദ് അനസ് മൗലവിയെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. പ്രിയമുള്ള മഹത്തായ ഈ സ്ഥാപനത്തിൻ്റെ നേതാക്കളെ, സാരഥികളെ, 4 ദിവസങ്ങളായി നടന്നുവരുന്ന ഈ സമ്മേളനത്തിൽ നാനാനിലക്കും സഹകരിച്ച വ്യക്തിത്വങ്ങളെ, ഈ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളെ, സഹോദരികളെ, ലോകൈകനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ അധ്വാനം അവൻ സ്വീകരിക്കുകയും മഹത്തായ ഈ നഗരിയിൽ ഒരുമിച്ചതുപോലെ അവൻ്റെ സ്വർഗത്തിൽ ഒരുമിക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇന്നലകളിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ചെറുതും വലുതുമായ സർവമാന പാപങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ബന്ധുജനങ്ങൾ, കൂട്ടുകുടുംബാദികൾ, സ്നേഹിതന്മാർ, സഹപാഠികൾ, സഹപ്രവർത്തകർ, ജീവിതത്തിൽ ഒരു സലാം കൊണ്ടെങ്കിലും പരിചയപ്പെട്ട ആരെല്ലാം ഉണ്ടോ അവർക്കെല്ലാം അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വലിയ സംഗമത്തിൻ്റെ സമാപനമാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒന്നിൻ്റെ സമാപനം മറ്റൊന്നിൻ്റെ തുടർച്ചയാണ്. ഒന്ന് കഴിഞ്ഞാൽ അതോടെ എല്ലാം കഴിഞ്ഞു എന്ന നിലപാടിൽ നിൽക്കാതെ ഒരു നന്മയ്ക്ക് ശേഷം അടുത്ത നന്മയെന്ത് എന്ന് അന്വേഷിക്കുന്നവരും ആ നന്മയിലേക്ക് കുതിക്കാൻ ആഗ്രഹിക്കുന്നവരുമാണ് വിശ്വാസികളായ ആളുകൾ.
അതുകൊണ്ട് തന്നെ ഈ സമ്മേളനം സമാപിക്കുമ്പോൾ മറ്റൊരു നന്മയുടെ തുടക്കമായി ഇതിനെ കാണുകയും ആ നന്മയിലേക്ക് കുതിക്കാനുള്ള പ്രേരണയായി ഈ സമ്മേളനം മാറുകയും ചെയ്യേണ്ടതുണ്ട്. ഒരു വലിയ ആദർശത്തിൻ്റെയും ഉന്നതമായ ഒരു മതത്തിൻ്റെയും വാഗ്ദാക്കളാണ് നാം ഓരോരുത്തരും. ആ മതം, ആ ആദർശം നമുക്ക് നൽകിയ ഉൾക്കാഴ്ച, നമുക്ക് നൽകിയ വികാസം, നമുക്ക് നൽകിയ വളർച്ച ചെറുതല്ല. ഈ ലോകത്ത് ഇതരങ്ങളായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ജീവിക്കുമ്പോഴും നാം സ്വയം നിയന്ത്രിതമാകുന്നതും ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉയർന്നു നിൽക്കണമെന്ന് ആശിക്കുന്നതും ആഗ്രഹിക്കുന്നതും നാം എല്ലാവരും ഉന്നതമായ ആ മതത്തിൻ്റെ വാഗ്ദാക്കളാണ് എന്നതുകൊണ്ടാണ്. ഇത് ലോകം അംഗീകരിക്കേണ്ടതും ലോകം ഉൾക്കൊള്ളേണ്ടതുമായ ആദർശമാണ്. അതുകൊണ്ട് തന്നെയാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകനായ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമും ഒരുപോലെ ചോദിച്ചത്, ഒരുപോലെ ആവശ്യപ്പെട്ടത്, നിങ്ങൾ അള്ളാഹുവിൻ്റെ സഹായികളാവുക എന്നത്. ഒരു വേള ഈ സമ്മേളനം തുടങ്ങുമ്പോഴും അല്ല തുടങ്ങുന്നതിന് മുമ്പും ആവർത്തിച്ചു കേട്ട ആ വചനം, നിങ്ങൾ അള്ളാഹുവിൻ്റെ സഹായികളാവുക എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ ഞാൻ എങ്ങനെ സഹായിക്കാനാണ്? പടച്ചറബിനെ ഞാൻ സഹായിക്കുന്നത് എങ്ങനെയാണ്? അള്ളാഹുവിനെ ഞാൻ എങ്ങനെ സഹായിക്കുമെന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ഇസ്ലാമിക ലോകം നൽകിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ അള്ളാഹുവിനെ സഹായിക്കുന്നവർ ആരുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ ദഅവത്തിൽ എന്നെ സഹായിക്കാൻ ആരുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ലോകം അംഗീകരിക്കേണ്ട മഹത്തായ ഈ ആദർശം ലോകത്തോട് വിളിച്ചു പറയാൻ ആരുണ്ട്? ഈ ലോകത്തിൻ്റെ മുന്നിൽ ഈ മഹത്തായ ആദർശം വിളംബരം ചെയ്യാൻ ആരുണ്ട്? വ്യത്യസ്തങ്ങളായ ഭാഷകളും വ്യത്യസ്തങ്ങളായ സംസ്കാരങ്ങളും ശീലിച്ചു ജീവിക്കുന്ന ജനസഞ്ചയത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അള്ളാഹുവിനെ സംബന്ധിച്ച് പറയാൻ ആരുണ്ട് എന്നാണ് ആ ചോദ്യത്തിൻ്റെ അർത്ഥം എന്ന് ഇസ്ലാമിക ലോകം അതിനെ വ്യാഖ്യാനിക്കുകയാണ്. ആ ചോദ്യമാണ് ഇവിടെയും പ്രസക്തമാകുന്നത്. നമുക്കറിയാം, ലോകത്തിന് അത്ഭുതമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രവാചകനെ നമുക്ക് വിട്ടുതന്നു. ലോകാത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ അത് ഒരിക്കലും ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ മൂസാ നബിയുടെ കാലഘട്ടത്തിൽ ജീവിച്ച ഫറോവ, ആ ഫറോവ തൻ്റെ ആജ്ഞാശക്തി കൊണ്ട് നിർമ്മിച്ചുണ്ടാക്കിയ പിരമിഡാണ് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി അത്ഭുതം എന്താണ് എന്ന് ചോദിച്ചാൽ അത് തൻ്റെ പത്നിയുടെ ഓർമ്മക്കായി ഷാജഹാൻ നിർമ്മിച്ച അതേ സുന്ദരമായ കെട്ടിടമാണ് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി പാരീസിലെ ആ ഭീമാകാരമായ ടവറാണ് ലോകാത്ഭുതം എന്ന് പറയുന്നതിനേക്കാളെല്ലാം ഉപരി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ലോകം കണ്ട ഏറ്റവും വലിയ അത്ഭുതം ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ശുദ്ധ ഖുർആൻ ലോകാത്ഭുതമായി കാട്ടുന്നത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ലോകത്ത് ഏതൊരു കാലഘട്ടത്തിലെയും ജനതക്ക് നോക്കി നിന്ന് അന്തം വിടാൻ, അത്ഭുതപ്പെടാൻ ഒരു വ്യക്തിത്വമുണ്ടെങ്കിൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. കാരണം ഈ മഹത്തായ ആദർശം ലോകത്തിന് അല്ലാഹു സമർപ്പിക്കുമ്പോൾ ലോകത്ത് ഒരു മനുഷ്യനും സംശയിക്കാൻ പാടില്ല. ഒരാളും ഇസ്ലാമിൻ്റെ നേരെ ഒരു സംശയത്തോടെ നോക്കാൻ പാടില്ല. ആരും ഇസ്ലാമിനെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്താൻ പാടില്ല. എന്നതുകൊണ്ട് തന്നെ ആ വിശുദ്ധ ദീനിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി പറഞ്ഞുവിട്ട മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയുടെ മണ്ണിലേക്ക് കടന്നു വന്നു. 14 മുമ്പ്. അന്നൊരിക്കലും IT വികസിച്ചിരുന്നില്ല. IT എന്ന പ്രയോഗം പോലും ഉണ്ടായിരുന്നില്ല. IT എന്നത് പോട്ടെ, ഒരു റേഡിയോ പോലും കണ്ടുപിടിച്ചിരുന്നില്ല. ഒരു റേഡിയോ പോട്ടെ, ഒരു പത്ര ഓഫീസ് പോലും ആ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചിരുന്നില്ല. ലോകത്ത് വാട്സാപ്പ് ഇല്ലാത്ത, ഫേസ്ബുക്ക് ഇല്ലാത്ത, അധുനാധുനികമായ ടെക്നോളജികൾ വികസിച്ചിട്ടില്ലാത്ത ഒരു കാലഘട്ടത്തിൽ മലകളാൽ ചുറ്റപ്പെട്ട മക്കയുടെ മണ്ണിൽ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അത്ഭുതം വിരിയിച്ചു. ഒരു അത്ഭുതമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്നു. ആ പ്രവാചകനെ നോക്കി റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, വറഫഅനാ ലക ദിക്റക്
വറഫഅനാ ലക ദിക്റക്. ഓ നബിയെ, ഒരിക്കലും അങ്ങ് മാഞ്ഞു പോകില്ല, അങ്ങ് മറഞ്ഞു പോകില്ല. നേരെ മറിച്ച് താങ്കളുടെ കീർത്തി നാം ഉയർത്തുന്നതാണെന്ന് 14 മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകൻ ഉറപ്പ് കൊടുത്തുവെങ്കിൽ സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ വാഗ്ദാനം നിറവേറ്റി. ലോകത്തിന്റെ മുന്നിൽ ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉയർത്തിവെച്ചു. ലോകം അംഗീകരിച്ചു, ലോകമെന്നും ചർച്ച ചെയ്തു. ലോകത്തെ എല്ലാ ജനതയും, അത് പാശ്ചാത്യനാകട്ടെ പൗരസ്ത്യനാകട്ടെ, മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ, ജൈനനാകട്ടെ ജൂതനാകട്ടെ, ഹിന്ദുവാകട്ടെ മുസ്ലിമാകട്ടെ, ലോകത്ത് മനുഷ്യരായി വസിക്കുന്ന ഏതെല്ലാം സമൂഹമുണ്ടോ ആ സമൂഹത്തിനിടയിൽ മുഴുവനും ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുകൂലമായോ പ്രതികൂലമായോ ചർച്ചയായിട്ടുണ്ട് എന്നത് ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ആ നബിയെ ലോകത്തിന്റെ മുന്നിൽ റബ്ബ് സുബ്ഹാനഹു വ തആല കൊണ്ടുവന്നപ്പോ 40 വയസ്സ് വരെ അക്ഷരമെന്തെന്നറിയാത്ത പ്രവാചകൻ, എഴുത്തറിയാത്ത നബി, വായന അറിയാത്ത നബി, അന്നബിയൽ ഉമ്മി. ഖുർആൻ പറഞ്ഞു നിരക്ഷരനായ പ്രവാചകൻ, എഴുത്തറിയാത്ത പ്രവാചകൻ. ലോകത്ത് വേറൊരു മനുഷ്യരെയും അങ്ങനെ പരിചയപ്പെടുത്താൻ ആരും ആഗ്രഹിക്കാറില്ല. എനിക്ക് എഴുത്തറിയില്ല, എനിക്ക് വായന അറിയില്ല എന്ന് പറഞ്ഞാൽ എനിക്കത് അപമാനമാണ്. ലോകത്ത് ഒരാളും ഒരു നേതാവും ഞാൻ എഴുത്തറിയാത്ത ആളാണ്, ഞാൻ വായന അറിയാത്ത ആളാണ് എന്ന് പറയാറില്ല. ലോകത്തൊരനുയായിയും തന്റെ നേതാവിനെ പരിചയപ്പെടുത്തുമ്പോ എന്റെ നേതാവിന് എഴുത്തും വായനയും അറിയില്ല എന്ന് പറയാറില്ല. പക്ഷേ ലോകൈക ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞു അന്നബിയൽ ഉമ്മിയ, നിരക്ഷരനായ നബി, എഴുത്തറിയാത്ത നബി, വായന അറിയാത്ത നബി, വായിക്കാതിരുന്ന നബി. പ്രിയമുള്ളവരെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ ഇടനാഴികളിലൂടെ ഇറങ്ങിച്ചെന്ന് പ്രവാചക ജീവിതത്തിന്റെ പോരായ്മകളെ ചികഞ്ഞന്വേഷിച്ച് അവിടുത്തെ പോരായ്മകളെ തോണ്ടി തെരുവിലിടാൻ പറ്റുമോ എന്ന് അന്വേഷിച്ചിറങ്ങിയ ജൂത ഓറിയന്റലിസ്റ്റുകളായ ആളുകൾ പോലും വിശുദ്ധ ഖുർആനിന്റെ ഈ സൂചന കേട്ട് അത്ഭുതപ്പെട്ടു, ഞെട്ടിത്തെറിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു, ഇല്ല, ഞങ്ങളത് അംഗീകരിക്കില്ല, ലോകമത് അംഗീകരിക്കാൻ പാടില്ല. കാരണം ലോകത്ത് അറിയപ്പെട്ട ഒരു എഴുത്തുകാരനുണ്ട് എങ്കിൽ, ലോകത്തെ അതിജയിച്ച ഒരു ചിന്തകനും ബുദ്ധിജീവിയും സാഹിത്യകാരനും ഉണ്ട് എങ്കിൽ അത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്നാണ് ജൂത ഓറിയന്റലിസ്റ്റുകൾ ലോകത്തോട് പറയുന്നത്, പ്രവാചക വിരോധികൾ ലോകത്തോട് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കമ്മ്യൂണിസ്റ്റ് ആചാര്യനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരുന്ന നേതാക്കൾ അവതരിപ്പിക്കുന്നത് ലോകം കണ്ട ഏറ്റവും വലിയ എഴുത്തുകാരനും സാഹിത്യകാരനുമാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നവർ പറയുമ്പോൾ ഖുർആൻ സമ്മതിച്ചു കൊടുക്കുന്നില്ല. നബി ഉമ്മിയാണ്, നബി ഉമ്മിയാണ്, നബി ഉമ്മിയാണ്. ആ ഉമ്മി എന്ന് പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ലേ എങ്കിൽ സൂറത്തുൽ അങ്കബൂത്തിൽ അല്ലാഹു പറഞ്ഞു, ആ നബിയെ വിളിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, നബിയെ വമാ കുന്ത തത്ലു മിൻ ഖബ്ലിഹി മിൻ കിതാബ് വലാ തഖുത്തുഹു ബിയമീനിക് ഇദൽ ലർതാബൽ മുബ്തിലൂൻ. ഓ നബിയെ, താങ്കൾ ഇതിനു മുമ്പ് അഥവാ ഈ നബുവത്ത് കിട്ടുന്നതിന് മുമ്പ്, ഈ വിശുദ്ധ ഖുർആനിന്റെ ആ ആയാത്തുകൾ ഓതിക്കൊടുക്കുന്നതിന് മുമ്പ് ഒരൊറ്റ ബുക്കും അങ്ങ് വായിച്ചിട്ടില്ല. അറബി ഭാഷാ പരിജ്ഞാനമുള്ള ആളുകൾക്ക് വിശുദ്ധ ഖുർആനിലെ ആ പ്രയോഗം മനസ്സിലാക്കി കൊടുക്കുന്നത്, ഓ നബിയെ വമാ കുന്ത തത്ലു മിൻ ഖബ്ലിഹി മിൻ കിതാബ്, ഒറ്റ ബുക്കും, ഒരു ബുക്ക് പോലും, ഒരു പുസ്തകത്തിന്റെ പേജ് പോലും അങ്ങ് നബിയെ ഇതിനു മുമ്പ് വായിച്ചിട്ടില്ല. വലാ തഖുത്തുഹു ബിയമീനിക, നബിയെ താങ്കൾ വലത് കൈ കൊണ്ട് എഴുതിയിട്ടില്ലല്ലോ നബിയെ. അങ്ങനെ താങ്കൾ എഴുതുന്ന ആളായിരുന്നെങ്കിൽ, ഒരു വായനാശീലമുള്ള ആളായിരുന്നെങ്കിൽ ഇദല്ലർതാബൽ മുബ്തിലൂൻ, താങ്കളുടെ മേൽ ആരോപണം പറയുന്നവർക്ക് ആരോപണം ഉന്നയിച്ച് അങ്ങേ ആക്ഷേപിക്കാമായിരുന്നു. മുഹമ്മദ് പണ്ടേ വലിയ ഒരു എഴുത്തുകാരനാണ്, സാഹിത്യകാരനാണ്, ചിന്തകനാണ്. ആ ചിന്തകനായ എഴുത്തുകാരനായ മുഹമ്മദ് മറ്റു പുസ്തകങ്ങൾ വായിച്ച് ആ വായനയിലൂടെ കിട്ടിയ അറിവുകൾ കൊണ്ട് ലോകത്തിന് ഓതിക്കൊടുക്കുന്നതാണ് ഈ ഖുർആൻ എന്നവർക്ക് പറയാമായിരുന്നു. പക്ഷേ 40 വയസ്സ് വരെ ഒരു പുസ്തകത്തിന്റെ ഒരു പേജ് പോലും വായിക്കാത്ത നിങ്ങൾ, ഒരക്ഷരം പോലും കൈപിടിച്ചെഴുതാത്ത നിങ്ങൾ, ആ നിങ്ങളാണ് 40ാമത്തെ വയസ്സിൽ ലോകത്തിന്റെ മുന്നിൽ കടന്നു വന്നുകൊണ്ട് അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുന്നത്, പരലോകത്തെ പറ്റി പറയുന്നത്, റിസാലത്തിനെ സംബന്ധിച്ച് പറയുന്നത്, ഫറായിൽ അനന്തരാവകാശ നിയമത്തെ സംബന്ധിച്ച് പറയുന്നത്, നിയമത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നത്, നിയമകൂടത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നത്. അങ്ങനെ ഒരു മനുഷ്യന്റെ അടുക്കള മുതൽ അന്താരാഷ്ട്ര വിഷയങ്ങൾ വരെയുള്ള സർവ്വകാര്യങ്ങളും ലോകത്തിന്റെ മുന്നിൽ ഓതിക്കൊടുക്കുന്നത്. അത് പറയുമ്പോൾ എന്തെങ്കിലും ഒരു അന്തംഗം ഈ വർത്തമാനം പറയുകയല്ല,
അള്ളാഹുവിനെ സംബന്ധിച്ച് ഹബീബ് പറഞ്ഞാൽ, പരലോകത്തെ സംബന്ധിച്ച് ഹബീബ് പറഞ്ഞാൽ, ഫറായിലുമായി ബന്ധപ്പെട്ടൊരു മസ്അല നബി പറഞ്ഞാൽ അതിന് കൃത്യമായ ന്യായവും ന്യായാന്യായങ്ങളും നിരത്തിക്കൊണ്ടാണ് ഹബീബ് അവതരിപ്പിക്കുന്നത്. ലോകത്തെ സൃഷ്ടിച്ച റബ്ബിനെ ആരാധിക്കണമെന്ന് വിശുദ്ധമായ കഅബാലയത്തിന്റെ തണലിൽ വന്നുകൊണ്ട് ആ പ്രവാചകൻ വിളിച്ചു പറയുമ്പോൾ, നിങ്ങൾക്കൊരു റബ്ബുണ്ടേ, ആ റബ്ബിനെ മാത്രം നിങ്ങൾ ആരാധിക്കണേ എന്ന് വിളിച്ചു പറഞ്ഞു പോവുകയല്ല ഹബീബ് ചെയ്യുന്നത്. നേരെ മറിച്ച് എന്തുകൊണ്ട് അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം, അതിന്റെ ന്യായം എന്താണ് എന്ന് ഏതൊരു ബുദ്ധിയെയും ഏതൊരു ചിന്തയെയും തൊട്ടുണർത്തി ഹബീബ് പറയും. അത് ബോധ്യപ്പെടുത്തി കൊടുക്കും, ലോക മനസാക്ഷിയെ കൊണ്ട് അംഗീകരിപ്പിക്കും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളുടെ പ്രത്യേകത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രവാചകന്റെ നാവിലൂടെ ലോകം കേട്ട വിശുദ്ധ ഖുർആനിന്റെ പ്രത്യേകത എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ എന്തുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, എന്തുകൊണ്ട് അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം, എന്തുകൊണ്ട് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചുകൂടാ, എന്തുകൊണ്ട് അല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിച്ചുകൂടാ, എന്തുകൊണ്ട് അള്ളാഹു അല്ലാത്തവരുടെ മുന്നിൽ തലകുനിച്ചുകൂടാ, എന്തുകൊണ്ട് അള്ളാഹു അല്ലാത്തവർക്ക് മുന്നിൽ റുക്കൂ ചെയ്തുകൂടാ എന്നതിന്റെ ന്യായവും ന്യായാന്യായങ്ങളും വിശുദ്ധ ഖുർആനിന്റെ ആയാത്തുകളിലൂടെ ആ പ്രവാചകൻ ലോകത്തിന് ഓതിക്കൊടുക്കുകയാണ്. خلق السماوات بغير عمد ترونها وألقى في الأرض رواسي أن تميد بكم وبث فيها من كل دابة وأنزلنا من السماء ماء فأنبتنا فيها من كل زوج كريم. എന്തുകൊണ്ട് റബ്ബ്, എന്തുകൊണ്ട് അല്ലാഹു, എന്തുകൊണ്ട് അവനെ മാത്രം ആരാധിക്കണം? ഖലഖസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ, കാണാവുന്ന തൂണുകളില്ലാതെ സപ്താകാശങ്ങളെ സൃഷ്ടിച്ചവനാണ് അല്ലാഹു എന്ന് പറഞ്ഞാൽ ആകാശത്തിന് കാണാത്ത തൂണുണ്ട് എന്നല്ല. ചില ആളുകൾ എങ്ങനെ തിരിച്ചർത്ഥം മനസ്സിലാക്കിയിട്ടുണ്ട്, ഇല്ല, ആകാശത്തിന് തൂണുകളില്ല എന്നാണ് അതിന്റെ അർത്ഥം. തൂണുകളില്ലാതെ സപ്താകാശങ്ങളെ സംവിധാനിച്ചവനാണ് അല്ലാഹു. ലോകത്ത് ഒരു മനുഷ്യനും ഈ ആധുനിക ലോകത്തും പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത അല്ലാഹുവിന്റെ മഹത്തായ സൃഷ്ടി ഖുർആൻ പറഞ്ഞതുപോലെ വലഖദ് സയ്യന്ന സമാഅ ദുനിയാ ബിമസ്വാബിഹ വജഅൽനാഹാ റുജൂമൻ ലിശയാതീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാം ആകാശത്തെ വിളക്കുകൾ കൊണ്ട് അഥവാ നക്ഷത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചു എന്ന് പറയുമ്പോൾ ആ ഒന്നാം ആകാശത്തേക്ക് പോലും ഒന്ന് കയറി ചെല്ലാൻ ലോകത്ത് ഇന്ന് വരെ ഒരു മനുഷ്യനും സാധിച്ചിട്ടില്ല എങ്കിൽ മനുഷ്യൻ ഇന്ന് വരെ പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത അത്ഭുതങ്ങളുടെ കലവറയായ ഏഴാകാശങ്ങളെ സൃഷ്ടിച്ചവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. മാത്രമല്ല, നിങ്ങൾ അധിവസിക്കുന്ന ഭൂമി, നിങ്ങൾ താമസിക്കുന്ന ഭൂമി, നിങ്ങൾ രസിക്കുന്ന, നിങ്ങൾ രമിക്കുന്ന, നിങ്ങൾ ആനന്ദിക്കുന്ന, നിങ്ങൾ പാർപ്പിടങ്ങൾ നിർമ്മിക്കുന്ന, നിങ്ങൾ ഓടുന്ന, നിങ്ങൾ ചാടുന്ന ഭൂമി, വഅൽഖാ ഫിൽ അർളി റവാസിയ അൻ തമീദ ബിക്കും, ഈ ഭൂമി നിങ്ങളുമായി ചാഞ്ഞു പോകുമെന്നതിനാൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന, അതിവേഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന, അതുപോലെ തന്നെ അതേ ഒരു ഉരുണ്ട രൂപത്തിലുള്ള ഈ ഭൂമി, ആ ഭൂമി നിങ്ങളുമായി ചാഞ്ഞു പോകുമെന്നതിനാൽ, ചരിഞ്ഞു പോകുമെന്നതിനാൽ പർവ്വതങ്ങളെ നാട്ടിക്കൊണ്ടതിന്റെ ബാലൻസ്, അതിന്റെ കൃത്യമായ സന്തുലിതാവസ്ഥ നിലനിർത്തിയവനാണ് അല്ലാഹു. മാത്രമല്ല വബത്ത ഫീഹാ മിൻ കുല്ലി ദാബ്ബ, കോടിക്കണക്കിന് ഡോളറുകൾ ചെലവഴിച്ച് ചന്ദ്രയാൻ നടത്തി അവിടെ എവിടെയെങ്കിലും വെള്ളത്തിന്റെ അംശമുണ്ടോ, ഒരു ജലഗണമുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ വസിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയുടെ തൂണിലും തുരമ്പിലും, അതിന്റെ തൂണിലും തുരുമ്പിലും ജീവാംശങ്ങളെ നിങ്ങൾക്ക് കാണാൻ കഴിയുമെങ്കിൽ ഈ വിശാലമായ ഭൂമിയിൽ കോടാനകോടി ജീവജാലങ്ങളെ വാരിവിതറിയവനാണ് അല്ലാഹു. മാത്രമല്ല വഅൻസൽനാ മിനസ് സമാഇ മാഅ, വാനലോകത്ത് നിന്ന് നിങ്ങൾക്ക് മഴ ചൊരിഞ്ഞു തരുന്നവനാണ് അല്ലാഹു. ആ മഴ ഭൂമിയിൽ വന്ന് പതിച്ച് ഫഅംബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ കരീം, നിങ്ങളുടെ ആഹാരത്തിന്റെ അടിസ്ഥാനമായ സസ്യലതാദികളെ ഈ ഭൂമിയിൽ നിന്ന് മുളപ്പിച്ചു തരുന്നവനാണ് അല്ലാഹു. അല്ലാഹുവിനെ പരിചയപ്പെടുത്തുകയാണ്, പടച്ച റബ്ബിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. എങ്ങനെയാണ് അല്ലാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞത്? വിശാലമായ ആകാശത്തെ ചൂണ്ടി, ആകാശത്തിന് ചുവട്ടിലെ അനന്തകോടി നക്ഷത്രങ്ങളെ ചൂണ്ടി, കിഴക്കിന്റെ ചക്രവാളത്തിൽ ഉദിച്ച് പടിഞ്ഞാറസ്തമിക്കുന്ന സൂര്യനെ ചൂണ്ടി, പാതിരാത്രികളിൽ നിലാവലകൾ പൊഴിച്ചുകൊണ്ട് കടന്നു വരുന്ന ചന്ദ്രനെ ചൂണ്ടി, അലറി വിളിക്കുന്ന സമുദ്രത്തെ ചൂണ്ടി, വായുമണ്ഡലത്തെ ചൂണ്ടി, അതുപോലെ തന്നെ കൊടും കാടുകളെയും ഘോരവനങ്ങളെയും ആ വനങ്ങൾക്കുള്ളിൽ അലറി വിളിക്കുന്ന കോടാ
കോടാനകോടി ജീവജാലങ്ങളെയും ചൂണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആല അവനെ കുറിച്ച് പറഞ്ഞിട്ട് അവന്റെ സൃഷ്ടികളെ പരിചയപ്പെടുത്തിയിട്ട് ലോകത്തോട് ചോദിക്കുന്നു, ലോകത്തോട് ചോദിക്കാൻ ഹബീബിനെ ഏൽപ്പിക്കുന്നു. ഹാദാ ഖൽഖുല്ലാഹ് ഹാദാ ഖൽഖുല്ലാഹ് ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനി. ഈ കാണുന്ന ആകാശങ്ങളും ആകാശത്തിന് ചുവട്ടിലെ താരകങ്ങളും അതുപോലെ സൂര്യനും ചന്ദ്രനും ഭൂമിയും ഭൂമിയിലെ കോടാനകോടി ജീവജാലങ്ങളും അതുപോലെ തന്നെ പുൽച്ചാടിയും പുൽമേടുകളും മണൽത്തരികളും ഇത് സർവ്വതും അല്ലാഹുവിന്റെ പടപ്പുകളാണ്, അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. അതുകൊണ്ട് ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനി, അല്ലാഹുവിന് പുറമെ നിങ്ങൾ കൊണ്ടു നടക്കുന്ന ശക്തികളിൽ ഏതെങ്കിലും ഒന്ന്, അത് ജിന്നായാലും മലക്കായാലും അമ്പിയാക്കളായാലും ഔലിയാക്കളായാലും കല്ലായാലും മരമായാലും നാൽക്കാലികളായാലും പടച്ച റബ്ബിന് പുറമെ നിങ്ങൾ പ്രാപിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ശക്തി എന്തെങ്കിലും ഒന്ന് പടച്ചിട്ടുണ്ട് എങ്കിൽ, ഒരു ഈച്ചയെങ്കിലും വേണ്ട, ഒരു ഈച്ചയുടെ ചിറകെങ്കിലും പടച്ചിട്ടുണ്ടെങ്കിൽ ഫഅറൂനി, അതെനിക്കൊന്ന് കൊണ്ടുവന്ന് കാണിച്ചു തരുമോ എന്ന് ലോകത്തോട് ചോദിക്കുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബിനോട് പറയുമ്പോൾ ആ നബി വിളിച്ചു ചോദിക്കുകയാണ്, ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനി, അല്ലാഹുവിന് പുറമെ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പടച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ടുവാ. കൊണ്ടുവരാൻ സാധ്യമല്ലെന്ന് മാത്രമല്ല, ഖണ്ഡിതമായി കണിശമായി പറയുന്നു, ഇല്ലടാ അവരാരും തന്നെ ഒരു ഈച്ചയെ പോലും പടച്ചിട്ടില്ല. നീ നിസാരമാക്കുന്ന, നീ അങ്ങേറ്റം പുച്ഛിക്കുന്ന, നീ അവഗണിക്കുന്ന, നീ വെറുപ്പോടെ കാണുന്ന, എല്ലാ ഇടങ്ങളിലും പോയിരിക്കുന്ന ഒരു ഈച്ചയെ പോലും ഒരു ഈച്ചയെ പോലും അവര് പടച്ചിട്ടില്ലെന്ന് മാത്രമല്ല, അവരിൽ നിന്ന് ഈച്ച എന്തെങ്കിലും തട്ടിയെടുത്താൽ ആ ഈച്ചയിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ പോലും കഴിവില്ലാത്ത ദുർബലരായ ആളുകളെയാണോ നിങ്ങൾ സ്വീകരിക്കുന്നത് എന്ന് ലോകത്തോട് ചോദിക്കുമ്പോൾ, ഈ ലോക സമൂഹത്തോട് ചോദിക്കുമ്പോൾ അവരുടെ മനസ്സ് പിടച്ചിരിക്കും, സംശയമില്ല. കാരണം അവൻ അനുഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങളെ ചൂണ്ടിയാണ് അല്ലാഹുവിന്റെ സംസാരം, അല്ലാഹുവിന്റെ റസൂലിന്റെ സംസാരം. ഈ രൂപത്തിൽ ഓരോ വിഷയങ്ങളെയും അത് അല്ലാഹുവിനെ സംബന്ധിച്ച് പറയുമ്പോഴാകട്ടെ, പരലോകത്തെ സംബന്ധിച്ച് പറയുമ്പോഴാകട്ടെ, പരലോകമുണ്ടേ ജനങ്ങളെ എന്ന് പറഞ്ഞ് പേടിപ്പിച്ചു പോവുകയല്ല, നിങ്ങൾ മരണാനന്തരം ജീവിക്കുമേ എന്ന് പറഞ്ഞു പോവുകയല്ല, മരണാനന്തരം നിങ്ങൾക്ക് ജീവിതമുണ്ടെന്ന് പറയുകയല്ല. നേരെ മറിച്ച് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതം എന്തെന്നറിയാത്ത, നന്മ എന്തെന്നറിയാത്ത, സംസ്കാരം എന്തെന്നറിയാത്ത, ജീവിതം എന്തിനു വേണ്ടി എന്നറിയാത്ത ആ ജനതയുടെ ഇടയിലേക്ക് കടന്നു വന്നുകൊണ്ട് പരലോകത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഒന്നും അറിയാത്ത മൂഢന്മാരായ ജനത, അവരിൽ കൂടുതൽ ആളുകളും നബിയോട് തിരിച്ചു ചോദിച്ചു, എത്രേ, എന്താണ് ഈ മുഹമ്മദ് പറയുന്നത്? ഐദാ കുന്ന തുറാബൻ വഇദാമ അഇന്നാ ലമബ്ഊസൂൻ, ഞങ്ങൾ മണ്ണോട് മണ്ണ് ചേർന്ന് പോയാൽ, അസ്ഥിപഞ്ജരങ്ങളായി പോയാൽ രണ്ടാമത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമോ? എന്താണ് ഈ മുഹമ്മദ് പറയുന്നത്? എന്ത് വിഡ്ഢിത്തമാണ് പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് പരലോകത്തെ നിഷേധിച്ചപ്പോ അതിനും അല്ലാഹുവിന്റെ റസൂൽ ഓതിക്കൊടുക്കുന്നു ആയത്ത്. അവരെ സമ്മതിപ്പിക്കുന്ന രൂപത്തിൽ, അവരുടെ ബുദ്ധിയെ പിടിച്ചു നിർത്തുന്ന രൂപത്തിൽ അള്ളാഹുവിന്റെ ന്യായമായ ചോദ്യങ്ങളെ ചോദിക്കുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തയ്യാറാവുകയാണ്. എന്തായിരുന്നു ആ പരലോകത്തെ നിഷേധിച്ചവർക്ക് മുന്നിൽ നബി ഓതിയത്? അവലം യറൽ ഇൻസാൻ അന്നാ ഖലഖനാഹു മിൻ നുത്ഫ ഫഇദാ ഹുവ ഖസീമും മുബീൻ വളറബ ലനാ മതല വനസിയ ഖൽഖഹു ഖാല മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം ഖുൽ യുഹീഹാ الذي أنشأها أول مرة وهو بكل خلق عليم. അവലം യറൽ ഇൻസാൻ, മനുഷ്യൻ അവൻ കാണുന്നില്ലേ, അഥവാ അവൻ ചിന്തിക്കുന്നില്ലേ? അന്നാ ഖലഖനാഹു മിൻ നുത്ഫ, അവനെ നാം സൃഷ്ടിച്ചത് കേവലം നുത്ഫത്തിൽ നിന്നാണ്, ഇന്ദ്രിയത്തിൽ നിന്നാണ്. അറക്കുന്ന വെറുക്കുന്ന ആ ഇന്ദ്രിയത്തിൽ നിന്ന് അതിലെ ലക്ഷക്കണക്കിന് ബീജഗണങ്ങളിൽ ഒരിക്കലും മനുഷ്യന് തന്റെ നഗ്നനേത്രം കൊണ്ട് കാണാൻ കഴിയാത്ത ആ ബീജഗണങ്ങളിൽ ഒരു ബീജഗണമായിരുന്ന മനുഷ്യൻ ഒരു മൈക്രോസ്കോപ്പിന്റെ സഹായത്തോടെ മാത്രം കാണാൻ കഴിയുന്ന അവസ്ഥയായിരുന്ന ആ രൂപത്തിൽ കഴിഞ്ഞിരുന്നവൻ ഒരു സ്ത്രീയുടെ ഉദരത്തിലേക്ക് ചേക്കേറിയിട്ട് അത് സിക്താണ്ഡമായി മാറി ഗർഭാശയ
ഭിത്തിയിൽ അള്ളിപ്പിടിച്ചിരുന്ന് ഒരു രക്തക്കഷ്ടമായി മാറി വായിട്ട് ചവച്ച് പുറത്തെടുത്ത് നോക്കുന്ന ഒരു ബബിൾക്കം കണക്കെ ആ കോലത്തിൽ ആ രൂപത്തിലുള്ള അവസ്ഥയിൽ രൂപാന്തരപ്പെട്ടൊരു പുഴുവിനെ പോലെയായി അവിടുന്ന് കുറേശ്ശെ വളർന്ന് കൈ വേണ്ടെടുത്ത് കൈയും, കാല് വേണ്ടെടുത്ത് കാലും, നാവ് വേണ്ടെടുത്ത് നാവും, കണ്ണ് വേണ്ടെടുത്ത് കണ്ണും, അതുപോലെ തന്നെ ആധുനികമായ കമ്പ്യൂട്ടറുകളെ രൂപപ്പെടുത്തുന്ന മസ്തിഷ്കവും, അങ്ങനെ ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന് ആവശ്യമായ സർവ്വതും ആ ഗർഭാശയത്തിൽ വെച്ച് രൂപപ്പെടുത്തപ്പെട്ട് ഭൂമിയിലേക്ക് ഒരു സുപ്രഭാതത്തിൽ വാവിട്ട് നിലവിളിച്ച് കൈകാലിട്ടടിച്ച് പറന്നു വീഴുമ്പോ ആ സമയത്ത് അവന് ഭൂമി ലോകത്ത് കഴിക്കുവാൻ പാകപ്പെട്ടതൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവന്റെ മാതാവിന്റെ മാറിടത്തിൽ അവൻ ആവശ്യമായ അന്നമൊരുക്കി വെച്ച് അത് കുടിച്ച് അവന്റെ ബാല്യം കഴിഞ്ഞ്, അതുപോലെ തന്നെ അവന്റെ ശൈശവം കഴിഞ്ഞ്, അവന്റെ കൗമാരം കഴിഞ്ഞ്, അവന്റെ ശൈശവം കഴിഞ്ഞ്, അവന്റെ കൗമാരം കഴിഞ്ഞ് അവന്റെ യൗവനത്തിലേക്ക് അവനെത്തി. ഇരുകാലുകളിൽ അവൻ എഴുന്നേറ്റ് നിൽക്കാനായി കഴിഞ്ഞപ്പോ അവൻ ചോദിക്കുന്നു, ഞാൻ മണ്ണോട് മണ്ണു ചേർന്ന് പോയാൽ ആരാടോ എന്നെ രണ്ടാമത് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് എന്നവൻ ചോദിക്കുമ്പോൾ, ഞാൻ മണ്ണോട് മണ്ണു ചേർന്നാൽ, ഞാൻ നുരുമ്പിപ്പോയാൽ ആരാണ് രണ്ടാമതെന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് എന്ന് അവൻ സംശയം പ്രകടിപ്പിക്കുമ്പോ നബി അവർക്ക് മറുപടി പറഞ്ഞു കൊടുക്ക്. എന്തിനാണ് അവൻ സംശയിക്കുന്നത്? കാരണം ഇപ്പോൾ അവന് പറയാൻ അവന്റെ മരണശേഷം മണ്ണോട് മണ്ണു ചേർന്ന് പോയാലും അവന്റെ ഗുദാസ്തിയെങ്കിലും അവശേഷിക്കുന്നുവല്ലോ. എന്നാൽ അതുപോലും അവശേഷിക്കാത്ത രൂപത്തിൽ അവൻ തന്നെ ഇല്ലാതിരുന്ന അവസ്ഥയിൽ അതിന് മാറ്റം സംഭവിച്ച് അവനെ രൂപപ്പെടുത്തി വളർത്തി വലുതാക്കി കൊണ്ടുവന്നവൻ ആരോ? ഇല്ലായ്മയിൽ നിന്ന് അവനെ സൃഷ്ടിച്ചു കൊണ്ടുവന്നവൻ ആരോ? ഒരനസ് എന്ന് പറയാൻ ഒരനസില്ലാതിരുന്ന അവസ്ഥയിൽ നിന്ന് ആ അനസിനെ രൂപപ്പെടുത്തി കൊണ്ടുവന്നവൻ ആരോ? ആ റബ്ബ് തന്നെയാണ് രണ്ടാമത് അവന്റെ കുഴിമാടത്തിൽ നിന്ന് അവനെ വിളിച്ചു കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ ലോകത്തിന്റെ സംശയം നീങ്ങുന്ന രൂപത്തിൽ എല്ലാ ബുദ്ധിയെയും അംഗീകരിപ്പിച്ചുകൊണ്ട് ന്യായാന്യായങ്ങൾ നിരത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നബിയിലൂടെ ലോകത്തിന്റെ മുന്നിൽ വിശുദ്ധ ദീനിനെ എത്തിച്ചു തന്നുവെങ്കിൽ ആ ദീനെത്തിച്ചിട്ടാണ് അല്ലാഹുവിന്റെ ചോദ്യം. എന്താ ചോദ്യം? മൻ അൻസാരി ഇലല്ലാഹ്. ഇനി ആരുണ്ടടാ സഹായിക്കാൻ? ആരുണ്ട്? എന്തിനെ സഹായിക്കണം? ഈ ദീനിനെ സഹായിക്കണം. എങ്ങനെയാ സഹായിക്കേണ്ടത്? ഈ ദീൻ എത്തിച്ചു കൊടുത്തുകൊണ്ട് സഹായിക്കാൻ ആരുണ്ട്? ന്യായമായ ചോദ്യം, എല്ലാം ഒരുക്കി തന്നിട്ടുള്ള ചോദ്യം, തിന്നാനും കുടിക്കാനും ശ്വസിക്കാനും അനുഭവിക്കാനും ആസ്വദിക്കാനും ഒക്കെ തന്നിട്ടുള്ള ചോദ്യം, ഒരു കുറവും വരുത്താതെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ചിട്ടുള്ള ചോദ്യം, മൻ അൻസ്വാരി ഇലല്ലാഹ്. ഇനി ആരുണ്ട് സഹായിക്കാൻ എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ അല്ല പറയാൻ റബ്ബിന്റെ ദീനെ സഹായിക്കണം. അതിനുള്ള സാഹചര്യം അല്ലാഹു ഒരുക്കി തരും. പടച്ച റബ്ബിന് എന്തെങ്കിലും ഒരു സ്ഥാനക്കയറ്റം കിട്ടാനല്ല. ചില ആളുകൾ അങ്ങനെ വിചാരിക്കുന്നുണ്ടാവും. അങ്ങനല്ല, നേരെ മറിച്ച് മനുഷ്യ ജീവിതത്തിൽ മുന്നേറ്റമുണ്ടാകാനും അതുപോലെ തന്നെ മനുഷ്യ നിന്റെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ പ്രതിഫലം വാങ്ങാനും ഉള്ള അവസരമാണ്, ചാൻസാണ്. ആരുണ്ട് സഹായിക്കാൻ അല്ലാഹുവിന്റെ ദീനിനെ? കാരണം ലോകമെന്നും ആവശ്യപ്പെടുന്ന ഒരു ആദർശമാണിത്. ലോകത്തെന്നും കെടാതെ നിൽക്കേണ്ട ഒരു ആദർശമാണിത്. ഇതിന് അല്ലാഹുവിന്റെ ഒരു സംരക്ഷണമുണ്ട്, സംശയമില്ല. എന്നാൽ അതിന്റെ അഹ്ലുകാരുണ്ടാകണം ലോകത്ത്, അതിനുവേണ്ടി വാദിക്കുന്നവരുണ്ടാകണം ലോകത്ത്, അതിനുവേണ്ടി സംസാരിക്കുന്നവരുണ്ടാകണം ലോകത്ത്. അതിനുള്ള സാഹചര്യം ലോകത്തേത് കാലഘട്ടത്തിലും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ദീൻ പൂർത്തിയാക്കിയതിനു ശേഷം, അള്ളാഹുവിന്റെ ദീൻ പൂർത്തിയാക്കിയതിനു ശേഷം 80 ദിവസങ്ങൾ മാത്രമേ അള്ളാഹുവിന്റെ റസൂൽ ലോകത്ത് ജീവിച്ചിരുന്നിട്ടുള്ളൂ. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി എന്ന ആയത്ത് ഇറങ്ങിയതിനു ശേഷം 81ാമത്തെ ദിവസം ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന് യാത്രയായിട്ടുണ്ട്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീൻ പൂർത്തിയാക്കിയതിനു ശേഷം ലോകത്തോട് പറഞ്ഞു, ബദഅൽ ഇസ്ലാമു ഗരീബൻ വസയഊദു കമാ ബദഅ. ഇത് ആരംഭിക്കുന്ന അവസ്ഥ നിങ്ങൾക്കറിയുമോ? അപരിചിതമായിരുന്നു. മക്കയുടെ മണ്ണിലേക്ക് വിശുദ്ധ ദീനിന്റെ സുന്ദരമായ ആദർശവുമായി കടന്നു വരുമ്പോൾ സ്വീകരിക്കാൻ ആളുണ്ടായിരുന്നില്ല, അനുഗമിക്കാൻ ആളുകളുണ്ടായിരുന്നില്ല. അബലരും ചബലരുമായ കേവലം കുറച്ചാളുകൾ മാത്രമായിരുന്നു അന്ന് കൂടെ ഉണ്ടായിരുന്നത്. എന്നാൽ അതിന് മാറ്റം സംഭവിച്ചു. ഇന്ന് 10,000 ദീനിന്റെ കൂടെ നടക്കാൻ.
ഈ ആളുകൾ ദീൻ ഉൾക്കൊണ്ട് ലോകത്തിന്റെ മുന്നിൽ അത് വിളംബരം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നു. ലോകത്തിന്റെ വ്യത്യസ്ത കോണുകളിലേക്ക് ഇസ്ലാം ഇതാ കടന്നു ചെല്ലാൻ പോകുന്നു. എന്നാൽ നിങ്ങൾക്കറിയുമോ, കാലാന്തരേണ കുറെ കാലങ്ങൾ പിന്നിട്ട് കഴിഞ്ഞാൽ ഇസ്ലാം ആരംഭിച്ച അവസ്ഥയിലേക്ക് തിരിച്ചു പോകും. ഇത് തുടങ്ങിയിടത്തേക്ക് തിരിച്ചു പോകും. ഇസ്ലാം അറിയാത്ത ജനത ഇവിടെ ഉണ്ടാകും. ഇസ്ലാം പഠിക്കാത്ത ജനത ഇവിടെ ഉണ്ടാകും. ആ വേളയിൽ അപരിതമായ വളരെ കുറച്ച് ആളുകൾ മാത്രം ഈ ദീനിന്റെ കാവലാളുകളായി ഉണ്ടാകും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് ആശംസകൾ അർപ്പിച്ചു. ഫതൂബ ലിൽ ഉറബ, ആ അപരിതരായി നിലകൊള്ളുന്നവർക്ക് ആശംസകൾ. എല്ലാവരും ദീനിന്റെ ഉന്നതമായ മൂല്യങ്ങളെ കൈവിട്ടു പോകുമ്പോ, അതിനെ കൈയൊഴിക്കുമ്പോ, ആ അപരിചിതമായ അവസ്ഥയിലേക്ക് ഇസ്ലാം എടുത്തെറിയപ്പെടുമ്പോ, ആ അവസ്ഥയിൽ പ്രയാസങ്ങളെ സഹിച്ചുകൊണ്ട്, ബുദ്ധിമുട്ടുകൾ തരണം ചെയ്തുകൊണ്ട് ഈ ആദർശത്തെ നെഞ്ചിലേറ്റുന്ന ആളുകൾക്ക് എന്റെ ആശംസകളെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സുഹൃത്തെ, ഇന്നിന്റെ അവസ്ഥ അതായില്ലേ? ഞാനും നിങ്ങളും ജീവിക്കുന്ന സമൂഹം, ആ സമൂഹത്തിന്റെ അവസ്ഥ ഇസ്ലാം എന്തെന്നറിയാത്ത, ദീൻ എന്തെന്നറിയാത്ത, ഇസ്ലാമിന്റെ മൂല്യങ്ങൾ എന്തെന്നറിയാത്ത ഒരു കാലഘട്ടത്തിലല്ലേ നാം ജീവിക്കുന്നത്? ആ കാലഘട്ടത്തിലൂടെയല്ലേ നാം കടന്നു പോകുന്നത്? മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തിന് കൈമാറിയ ഉന്നതമായ മൂല്യങ്ങളെ കൈയൊഴിച്ചുകൊണ്ട്, പകരം മറ്റു സംസ്കാരങ്ങളെ പുൽകിക്കൊണ്ട് ഇസ്ലാമിന്റെ പേരിൽ ജീവിക്കുന്ന ഒരു തലമുറ നമുക്ക് മുന്നിലില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനങ്ങളെ അന്വർത്ഥമാക്കിക്കൊണ്ട് ജീവിക്കുന്ന തലമുറ നമുക്ക് മുന്നിലില്ലേ? നബി ചോദിച്ച ചോദ്യം, അല്ലെങ്കിൽ നബി പറഞ്ഞൊരു പ്രഖ്യാപനം, പ്രവാചകന്റെ ഒരു പ്രവചനം, ലതത്തബിഉന്ന സുനന മൻ കാന ഖബലകും ശിബ്റൻ ബിശിബ്ർ ദിറാഅൻ ബിദിറാഅ് ഹത്താ ലൗ ദഖലു ജുഹ്റ ലബ് തബിഅതുമുഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ തന്റെ അനുചരന്മാരോട് പറഞ്ഞ വാചകമാണ്. എന്താണ് നബി പറയുന്നത്? നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ തലമുറകളെ ചാണിനു ചാണായി മുഴത്തിന് മുഴമായി പിൻപറ്റും. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ജനവിഭാഗങ്ങളെ ചാണിനു ചാണായി മുഴത്തിന് മുഴമായി നിങ്ങൾ പിൻപറ്റും. എത്രത്തോളം? ഹത്താ ലൗ ദഖലു ജുഹ്റ ലബ്, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ഏതെങ്കിലും ഒരുത്തൻ ഒരു ഉടുമ്പിന്റെ മാളത്തിൽ കയറിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ഉടുമ്പിന്റെ മാളല്ലേ, അങ്ങോട്ട് കയറണ്ട എന്ന് വിചാരിക്കൂല. ഉടുമ്പിന്റെ മാളം എന്താ? ആ ഉടുമ്പിന്റെ മാളത്തിന്റെ പ്രത്യേകത വളരെ ചെറിയ കവാടം, ഞെങ്ങി ഞെരുങ്ങി മാത്രം കയറാൻ കഴിയുന്ന കവാടം. ആ ഞെങ്ങി ഞെരുങ്ങി അതിന്റെ ഉള്ളിൽ ചെന്നാലോ ഒരുപാട് തുരങ്കങ്ങളായിരിക്കും. കയറിയാൽ എങ്ങോട്ടാ പോകേണ്ടത് എന്ന് തിരിയൂല, കയറിയിട്ട് വല്ല പ്രയോജനവുമില്ല. ഈ രൂപത്തിലുള്ള ഉടുമ്പിന്റെ മാളത്തിൽ നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ഏതെങ്കിലും ഒരുത്തൻ കയറിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളും അവിടെ ഞൂണ്ട് കയറുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. നബിയോട് സഹാബത്ത് ചോദിച്ചു, നബിയെ, ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവർ അവരെ പിൻപറ്റുമെന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത്. ആരാണ് ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയത്? അൽയഹൂദ വന്നസാറ. നബിയെ, ജൂതനസറാക്കളെയാണോ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവരെന്നത് കൊണ്ടങ്ങ് ഉദ്ദേശിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് തിരിച്ചു ചോദിച്ചു, ഖാല ഫമൻ, അല്ലാതെ പിന്നെ ആരെയാണ്? അല്ലാതെ പിന്നെ ആരെയാണ്? നിങ്ങൾ ചിന്തിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രവചനം പോലും തെറ്റിയിട്ടില്ല. തന്റെ ഉമ്മത്തിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ ഈ പ്രവചനം, ആ പ്രവചനവും വളരെ കൃത്യമായി സമൂഹത്തിൽ പുറന്നില്ലേ? ഇല്ലേ? ചാണിനു ചാൺ മുഴത്തിന് മുഴം എന്ന രൂപത്തിൽ ഓരോ കാര്യങ്ങളെയും അനുകരിച്ചു. ഇസ്ലാമിക വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്നവരുടെ ചര്യ ഇസ്ലാമിക വിരുദ്ധമാണെന്നറിഞ്ഞുകൊണ്ട് തന്നെ അതിനെ പുൽകുന്ന ആളുകൾ, അതിനെ സ്വീകരിക്കുന്ന ആളുകൾ സമൂഹത്തിൽ വ്യാപകമായില്ലേ? ആയി. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ മാസത്തിൽ നമ്മുടെ തെരുവോരങ്ങൾ അലങ്കരിക്കപ്പെട്ടു. വലിയ കമാനങ്ങൾ ഉണ്ടായി, വലിയ വലിയ ഘോഷയാത്രകൾ ഉണ്ടായി. എന്താണ് പറഞ്ഞത്? പ്രവാചക സ്നേഹമാണ്, നബി സ്നേഹമാണ്, നബി ദിനമാണ്, നബിയുടെ ജന്മദിനാഘോഷമാണ്. ആ ജന്മദിനാഘോഷത്തിന്റെ പിറ്റേ ദിവസം നോക്കുമ്പോ നമുക്കറിയാം, നമ്മുടെ സഹോദര സമൂഹമായി ഇവിടെ ജീവിക്കുന്ന ക്രൈസ്തവ സമൂഹം അവരും ആഘോഷിച്ചു. അതെന്താ? ഞങ്ങളുടെ നബിയുടെ ജന്മദിനമാണ്, ക്രിസ്മസ് ആണ്. തലേന്നോ നബിദിനം, പിറ്റേന്നും നബിദിനം. നമ്മെ സംബന്ധിച്ചിടത്തോളം രണ്ടും നബിമാരാണ്, രണ്ടും പ്രവാചകന്മാരാണ്. ഈസാ നബിയും നമ്മുടെ നബി തന്നെയാണ്, ഇന്നും മരിച്ചിട്ടില്ലാത്ത പ്രവാചകനാണ്. മാത്രമല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മുടെ പ്രവാചകനാണ്. ഈ രണ്ട് പ്രവാചകന്മാരുടെയും പേരിൽ, ആ പ്രവാചകന്മാരുടെ പേരിൽ ജന്മദിനം ആഘോഷിക്കുന്ന ജനത ഇവിടെ രൂപപ്പെട്ടു വന്നു. അവിടെയും നമുക്കറിയാം, ചാണിനു ചാൺ മുഴത്തിന് മുഴം. ലോക ചരിത്രത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, അഥവാ ആഘോഷിക്കുന്നവരും അത് ആഘോഷിക്കരുത് എന്ന് പറയുന്നവരും രണ്ടുപേർക്കും അറിയാവുന്ന ഒരു കാര്യം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് ആഘോഷിച്ചോ?
ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഇത് ആഘോഷിച്ചിട്ടില്ല. സ്വഹാബത്ത് ഇത് ആഘോഷിച്ചോ? സഹാബത്ത് ഇത് ആഘോഷിച്ചിട്ടില്ല. താബിഉകൾ ഇത് ആഘോഷിച്ചോ? താബിഉകൾ ഇത് ആഘോഷിച്ചിട്ടില്ല. തബഉ താബിഈങ്ങൾ ഇത് ആഘോഷിച്ചോ? തബഉ താബിഈങ്ങൾ ഇത് ആഘോഷിച്ചിട്ടില്ല. മദ്ഹബിന്റെ ഇമാമാർ ആഘോഷിച്ചോ? മദ്ഹബിന്റെ ഇമാമാർ ആഘോഷിച്ചിട്ടില്ല. പിന്നെ ആരാ ആഘോഷിച്ചത്? പിന്നെ ആരാ ഇത് ആഘോഷിച്ചത്? അത് പണ്ട് ഇർബൽ എന്ന് പറയുന്ന നാട് ഭരിച്ചൊരു മുളഫർ രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ഇത് ആദ്യമായി നടപ്പാക്കിയത്. ഇത് നബിദിനം ആഘോഷിച്ചവനോട് ചോദിച്ചപ്പോൾ കിട്ടിയ ഉത്തരാണ്. ഇനി നിങ്ങൾ നമ്മുടെ നാട്ടിലൊരു നസറായി വിളിക്കൂ, ഒരു ക്രൈസ്തവ സുഹൃത്തിനെ വിളിക്കൂ. അല്ല, നിങ്ങൾ എന്താണ് പിറ്റേ ദിവസം ഡിസംബർ 25 എന്താ ഞങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. എന്താ ക്രിസ്മസ്? ഞങ്ങളുടെ പിന്നെ ദൈവപുത്രന്റെ ജന്മദിനമാണ് എന്നവർ പറയുന്നു. അല്ല, യേശു ഇത് ആഘോഷിച്ചിട്ടുണ്ടോ? ഇല്ല. യേശുവിൻ്റെ അപ്പോസ്തലന്മാർ ഹവാരിയുകൾ ഇത് ആഘോഷിച്ചിട്ടുണ്ടോ? ഇല്ല. അവരുടെ പിന്നാലെ വന്ന ആ താബികൾ ആരെങ്കിലും ആഘോഷിച്ചിട്ടുണ്ടോ? ഇല്ല. അവരുടെ പിൻഗാമികൾ ആഘോഷിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ ആരാ ഇത് ആഘോഷിച്ചത്? അത് പണ്ട് റോം ഭരിച്ചൊരു രാജാവ് ഉണ്ടായിരുന്നു, അയാളാണ്. അഥവാ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം റോം ഭരിച്ചിരുന്ന ഒരു ചക്രവർത്തി, ആ ചക്രവർത്തി ആ കാലഘട്ടത്തിൽ അവിടെയുണ്ടായിരുന്നവരുടെ സംസ്കാരത്തെ പുൽകുകയും ആ സംസ്കാരത്തെ പുൽകി ജീവിക്കുകയും പിന്നീട് ക്രൈസ്തവതയിലേക്ക് മാറുകയും ചെയ്തു കഴിഞ്ഞപ്പോ മിത്രമതം സ്വീകരിച്ചിരുന്നവർ, സൂര്യനെ ആരാധിച്ചിരുന്നവർ, അവരുടെ ആഘോഷ ദിവസമായ ആ മിത്ര മതത്തിന്റെ പൂജാ കേന്ദ്രമായ സൂര്യനെ പൂജിക്കുന്ന ആ ദിവസത്തെ, അവരുടെ ഒരു ആഘോഷത്തെ ക്രൈസ്തവതയിലേക്ക് എടുത്തു വെച്ചതാണ് ആ രാജാവ്. അത് പിന്നീട് ക്രിസ്മസ് ആയി രൂപപ്പെട്ടു വന്നു. ആ രാജാവിലൂടെ രൂപപ്പെട്ടു വന്നതാണ്. ഇങ്ങനെ നിങ്ങൾ നോക്കൂ, ചാണിനു ചാൺ മുഴത്തിനു മുഴം. യേശു ആഘോഷിക്കാത്ത ക്രിസ്മസ്, യേശുവിൻ്റെ അപ്പോസ്തലന്മാർ ആഘോഷിക്കാത്ത ക്രിസ്മസ്, അവരുടെ പിൻഗാമികൾ ആഘോഷിക്കാത്ത ക്രിസ്മസ്, ഒരു രാജാവ് നടപ്പാക്കുകയും പിന്നീട് ലോകം ഏറ്റെടുക്കുകയും ചെയ്ത ക്രിസ്മസ് ക്രൈസ്തവ സമൂഹം ആഘോഷിക്കുന്നത് പോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആഘോഷിക്കാത്ത നബിദിനം, സഹാബത്ത് ആഘോഷിക്കാത്ത നബിദിനം, താബിഉകൾ ആഘോഷിക്കാത്ത നബിദിനം, തബഉ താബിഈങ്ങൾ ആഘോഷിക്കാത്ത നബിദിനം, മദ്ഹബിന്റെ ഇമാർ ആഘോഷിക്കാത്ത നബിദിനം പിൽക്കാലഘട്ടത്തിൽ വന്ന ഇർബൽ ഭരിച്ച രാജാവ് ആഘോഷിച്ചു. അത് ഏറ്റെടുത്ത ജനത. ചാണിനു ചാൺ മുഴത്തിന് മുഴം. നിങ്ങൾ ചിന്തിക്കണം, ഇങ്ങനെ ഓരോ സംഗതികൾ എടുത്ത് പരിശോധിച്ചാലും ഇസ്ലാമിക സമൂഹം ഉയർത്തിപ്പിടിക്കേണ്ട മൂല്യങ്ങളിൽ നിന്ന് തിരിഞ്ഞു നടക്കുന്ന ആളുകൾ, ഇസ്ലാം അറിയാത്ത ആളുകൾ, ഇസ്ലാമിന്റെ മൂല്യങ്ങളെ അറിയാത്ത ആളുകൾ, ഖുർആൻ അറിയാത്ത ആളുകൾ, ഖുർആനിന്റെ മൂല്യങ്ങളെ അറിയാത്ത ആളുകൾ, ഇസ്ലാമിക സംസ്കാരം എന്ത് എന്നറിയാത്ത ആളുകൾ ഇവിടെ രൂപപ്പെട്ടു വരുന്നു. ഓരോ രംഗത്തും ഏത് രംഗമെടുത്ത് പരിശോധിച്ചാലും നമുക്കറിയാം. മറുഭാഗം നിങ്ങൾ നോക്കൂ, തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും വേഷമണിഞ്ഞുകൊണ്ട് കടന്നു വരുന്ന ആളുകൾ, അവരും വിശുദ്ധ ദീനിന്റെ സത്തയെ മാറ്റിവെച്ചുകൊണ്ട് മറ്റു മൂല്യങ്ങളെ പുൽകുകയും മറ്റ് ആദർശത്തെ സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് അത് ഇസ്ലാമിന്റെ ലേബലിൽ നിലനിർത്തുവാൻ വേണ്ടി പരിശ്രമിക്കുമ്പോ, ലോകത്തിന്റെ മുന്നിൽ ഇസ്ലാമും അതാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെടുമ്പോ അവിടെയും മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയേറുകയാണ്, ഉത്തരവാദിത്തമേറുകയാണ്. ഇതൊന്നും കണ്ടില്ല എന്ന് നടിക്കാൻ നമുക്ക് സാധ്യമല്ല. ഇതൊന്നും കേട്ടില്ല എന്ന് നടിച്ചുകൊണ്ട് കണ്ണടച്ചുറങ്ങാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമല്ല. അവിടെയാണ് നമ്മുടെ മുൻഗാമികളായ പൂർവസൂരികളായ ആളുകൾ ചോദിച്ചത്, മൻ അൻസ്വാരി ഇലല്ലാഹ്, ആരാണ് സഹായിക്കുക? അള്ളാഹുവിനെ സഹായിക്കാൻ ആരുണ്ട്? അവർ രംഗത്തിറങ്ങി, ധീരോദത്തമായി പോരാടി, ധീരോദത്തമായ ഇടപെടലുകൾ നടത്തി. വർഷങ്ങൾക്കപ്പുറത്ത് ഈ അൻസാറിന്റെ, ഈ വളവണ്ണൂരിന്റെ മണ്ണിലിരുന്നു കൊണ്ട് KP നടത്തിയ ഇടപെടലുകൾ ചെറുതായിരുന്നില്ല. വലിയ പരിചയമില്ല എനിക്ക് KPയെ. ഞാൻ അതിനുശേഷം ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന ഒരാളാണ്. APയുടെ കാലത്ത് ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന ആളാണ്. പക്ഷേ KPയുടെ ഒരു പുസ്തകം വെച്ച് വാദപ്രതിവാദം നടത്താൻ എനിക്ക് സൗഭാഗ്യമുണ്ടായിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇബാദത്തും ഇതാഅത്തും എന്ന KP എഴുതിയ ഏറ്റവും അധികം ആ വിഷയത്തിലെ അർത്ഥവത്തായ ഒരു ഗ്രന്ഥം മുന്നിൽ വെച്ചിട്ട് ഒരു വാദപ്രതിവാദം നടത്താൻ എനിക്കൊരവസരമുണ്ടായി ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു നേതാവുമായി. ആ പുസ്തകം മുന്നിൽ വെച്ച് വാദപ്രതിവാദം നടത്തുമ്പോൾ മറുഭാഗത്ത് വന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് പറഞ്ഞു, ഈ ഇബാദത്തും ഇതാഅത്തും എന്ന ബുക്ക് ഉയർത്തിപ്പിടിച്ചിട്ട് ഇബാദത്തിന് ഭാഷയിൽ പോലും അനുസരണം ഇല്ല എന്ന് KP ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എന്ന്. ഞാനൊരു മറുപടി പറയാൻ വേണ്ടി എഴുന്നേറ്റപ്പോൾ പറഞ്ഞത്, ആ ബുക്ക് ഞാൻ മുന്നിലേക്ക് ഇട്ടിട്ട് ചോദിച്ചു, ഈ പുസ്തകത്തിന്റെ ഏത് പേജിലാണ് അത് പറഞ്ഞിട്ടുള്ളത്? ഞാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തു.
എവിടെ നിന്നാണ് അത് അദ്ദേഹം ഉദ്ധരിക്കുക എന്നത് സ്വാഭാവികമായും എവിടെ നിന്നും വരയ്ക്കാമല്ലോ. പക്ഷേ എന്റെ മനസ്സിൽ ഉറപ്പുണ്ടായിരുന്നു, KP പോലെ ഒരാൾ, ഈ വിഷയത്തിന്റെ ആഴത്തിൽ പോയി പഠിച്ചൊരാൾ അത്തരത്തിൽ എഴുതില്ല എന്ന ഒറ്റ ഉറപ്പിന്റെ മേൽ ആ പുസ്തകം എടുത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവിന്റെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ അത് കാണിച്ചു തരണം ഈ പുസ്തകത്തിൽ. അദ്ദേഹം കുറച്ചു നേരം ആ പുസ്തകം മറിച്ച് നോക്കിയിട്ട് ഒരു പേജിൽ ഒരു വരയിട്ടു, എൻ്റെ കയ്യിലേക്ക് തന്നു. ഞാനത് വായിച്ചിട്ട് ഞാൻ ചിരിച്ചുപോയി അന്ന്. കാരണം അദ്ദേഹം അടിവരയിട്ട ഭാഗം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പുസ്തകത്തിൽ ഇബാദത്തിനെ സംബന്ധിച്ച ഭാഷാപരമായ ഒരു ചർച്ച ഞാൻ ഉദ്ദേശിക്കുന്നേ ഇല്ല. എവിടെയാണ് അടിവരയിട്ടത്? എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, ഇബാദത്തിന് ഭാഷയിൽ അനുസരണമെന്ന് അർത്ഥമുണ്ട് എന്ന് KP എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അടിവരയിട്ട് തന്നത്. ഞാൻ ഇത് ഈ പുസ്തകത്തിൽ ഇബാദത്തിന്റെ ഭാഷാപരമായ ചർച്ച, ആ ചർച്ച തന്നെ ഉദ്ദേശിക്കുന്നില്ല എന്ന നേരെ എതിർ വാദം സമർത്ഥിക്കാൻ കഴിയുന്ന ഭാഗം തന്നെ അടിവരയിട്ട് അദ്ദേഹം തിരിച്ചു വന്നത് ഞാൻ ഓർക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ചെറിയൊരു ഇടപെടലായിരുന്നില്ല അത്. ഒരു കാലഘട്ടത്തിൽ മദീനത്തുൽ ഉലൂമിന്റെ ക്യാമ്പസിൽ പോലും TK അബ്ദുള്ള സാഹിബിനെ പോലെ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറുമാർ, KC അബ്ദുള്ള മൗലവിയെ പോലെ ജമാഅത്തെ ഇസ്ലാമിയുടെ അക്കാലഘട്ടത്തിലെ അമീറുമാർ ഇടപെട്ടുകൊണ്ട് അന്നത്തെ മുജാഹിദ് പ്രവർത്തകർക്കിടയിൽ മൗദൂദിയൻ വാദങ്ങൾ കുത്തി നിറക്കുമ്പോ വളവന്നൂരിന്റെ ഈ മണ്ണിലിരുന്നു കൊണ്ട് KP നടത്തിയ ഇടപെടൽ ചെറുതായിരുന്നില്ല. ഇന്ന് നമുക്കറിയാം, ഇന്ന് സൗദി അറേബ്യ പോലും അവിടുത്തെ രാജാക്കന്മാർ പോലും രംഗത്ത് വന്നുകൊണ്ട് പത്രപ്രസ്താവന നടത്തുന്നു, അല്ല ഓ ഇഖ്വാനികളായ ഇഖ്വാനുൽ മുസ്ലിമൂന്റെ നേതാക്കളെ, നിങ്ങൾ ഞങ്ങളെ എന്തിനു ഉപദ്രവിക്കുന്നു? ഞങ്ങൾ എന്ത് ദ്രോഹമാണ് നിങ്ങളോട് ചെയ്തത്? അങ്ങ് ഈജിപ്തിന്റെ മണ്ണിൽ നിങ്ങൾ വേട്ടയാടപ്പെട്ടപ്പോ, ആ ഈജിപ്തിൽ നിങ്ങൾക്ക് ജീവിക്കുവാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടപ്പോ, ആ ഈജിപ്തിന്റെ തെരുവോരങ്ങളിൽ പോലും നിങ്ങൾക്ക് തൂക്കുമരങ്ങൾ വിധിക്കപ്പെട്ടപ്പോ, ഈ നാട്ടിലേക്ക് നിങ്ങൾ കടന്നു വന്നപ്പോ ഇവിടുത്തെ സ്ഥാപനങ്ങൾ നിങ്ങൾക്ക് ഞങ്ങൾ തുറന്നു തന്നു. അതുപോലെ തന്നെ ഇവിടെ താമസിക്കാൻ ഞങ്ങൾ നിങ്ങൾക്ക് അവസരമൊരുക്കി തന്നു. അങ്ങനെ ഇവിടെ വന്നു, നിങ്ങൾ പഠിച്ചു, ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ നിങ്ങൾ അധ്യാപകരായി മാറി, ഈ നാട്ടിൽ നിങ്ങൾ ജീവിച്ചു. നിങ്ങൾ തിരിച്ചു പകരം ഞങ്ങൾക്ക് തന്നത് ചാവേറുകളാകുന്ന ഞങ്ങളുടെ മക്കളെയാണല്ലോ എന്ന് നായിഫ് രാജകുമാരൻ സൗദി അറേബ്യയുടെ മണ്ണിലിരുന്നു കൊണ്ട് പത്രപ്രസ്താവന നടത്തിയത് ഞാനും നിങ്ങളും കാണുകയാണ്. ലോകത്തെ വിജുഗീഷികളായ പണ്ഡിതന്മാരുള്ള, ഭുവനപ്രസിദ്ധരായ പണ്ഡിതന്മാരുള്ള സൗദിയുടെ മണ്ണിൽ, സൗദി അറേബ്യയുടെ മണ്ണിൽ മൗദൂദി ആവിഷ്കരിച്ചു കൊണ്ടുവന്ന ഈ സിദ്ധാന്തത്തെ പരിചയപ്പെടുത്തി കൊടുത്തത് മഹാനായ ഉമർ മൗലവിയെ പോലുള്ള ആളുകളാണ്. ഈ കേരളത്തിന്റെ ഭൂമികയിൽ നിന്നുകൊണ്ടാണ് ഇബാദത്ത് എന്നൊരു വിഷയത്തിൽ മൗദൂദി വരുത്തിയ കളങ്കം എന്താണ് എന്നത് ലോകത്തെ ബോധ്യപ്പെടുത്താനുള്ള പരിശ്രമങ്ങൾ നടത്തിയത് എങ്കിൽ, പ്രിയമുള്ളവരെ, ലോകം ഇന്ന് തിരിച്ചറിഞ്ഞു. എന്ത്? അന്നത്തെ ആ വാദം, അഥവാ ഹാക്കിമിയത്തുള്ള വാദം, ഹുക്കൂമത്തെ ഇലാഹി വാദം, പത്താങ്കോട്ടിൽ നിന്ന് ഉയർക്കൊണ്ട വാദം, അത് ഇഴഞ്ഞ് സഞ്ചരിച്ച് പതുക്കെ നീങ്ങി അങ്ങനെ അത് സയ്യിദ് കുത്തുബ് വഴി അറബി ലോകത്തെത്തി. അതുവഴി അരിച്ചു കയറിയ ഭീകരതയുടെ ആ നാമ്പ്, അതിന്റെ നുളയിലെ നുള്ളാൻ ശ്രമിച്ച ഒരു നേതൃത്വം നമുക്കുണ്ടായിരുന്നുവെന്ന് പറയുമ്പോൾ, ആ നേതൃത്വത്തിന്റെ കീഴിലാണ് ഈ സ്ഥാപനം നടന്നത് എന്ന് പറയുമ്പോൾ, സുഹൃത്തുക്കളെ, നമുക്ക് അഭിമാനം തോന്നുന്നു. അത്തരം ദീർഘവീക്ഷണമുള്ള പണ്ഡിതന്മാരാണ് നമ്മളോട് ചോദിച്ചത്, ആരാണ് അല്ലാഹുവിനെ സഹായിക്കുക എന്ന്. അതിനുത്തരം പറയാൻ കൃത്യമായി നമുക്ക് സാധിക്കണം. ഒരു പരിധിവരെ നമ്മൾ ഇടപെട്ടിട്ടുണ്ടാകാം, ഒരുപാട് നമ്മൾ ഈ രംഗത്ത് പരിശ്രമിച്ചിട്ടുണ്ടാകാം. പക്ഷേ വിശ്രമിക്കാൻ നമുക്ക് നേരമായിട്ടില്ല, വിശ്രമിക്കാൻ ചാൻസ് ഇല്ല. ഒന്ന് കഴിഞ്ഞാൽ അടുത്തത് എന്ന നിലക്ക് പ്രയാസങ്ങളും പ്രതിസന്ധികളും നമുക്ക് മുന്നിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇട്ടുതരും. അത് നമുക്ക് കൂലി കിട്ടാനാണ്. എപ്പോഴും വിജയം മാത്രമല്ല, പരാജയം അല്ലാഹു സുബ്ഹാനഹു വ തആല തരും, വേദന തരും, ബുദ്ധിമുട്ട് തരും. ആ ബുദ്ധിമുട്ടുകളും വേദനകളും നമുക്ക് മുന്നിലുണ്ടാകുമ്പോ, നമ്മുടെ ഹൃദയം കീറിക്കളയുന്ന വേദന ഉണ്ടാകുമ്പോ, അവിടെയും അല്ലാഹുവിന് വേണ്ടി നിലകൊള്ളുന്നവരാര് എന്ന് കൃത്യമായി പരിശോധിക്കപ്പെടും. നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ ഫതഹാഇന്റെ മലവടക്കുകളിൽ ഇട്ടുകൊണ്ട് ബിലാൽ മുഅദ്ദിനെ തല്ലിച്ചതച്ചിട്ടുണ്ട് ഉമയ്യത്ത്. ഫതഹാഇന്റെ മലവടക്കുകളിൽ ഉമയ്യത്ത് ആ ബിലാലിനെ ആഞ്ഞടിച്ചുകൊണ്ട്, ബിലാലിനെ തല്ലിക്കൊണ്ട്, ബിലാലിന്റെ മുഖത്ത് ലാത്തയുടെ വിഗ്രഹം കുത്തിക്കൊണ്ട് പറഞ്ഞത്, വിളിയടാ ലാത്ത എന്ന് വിളിയടാ എന്നാണ്.
ബിലാൽ അവിടെ കിടന്നുകൊണ്ട് പറഞ്ഞു, ഇല്ല, ഞാൻ വിളിക്കില്ല. ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ ലാത്തെ എന്ന് വിളിക്കില്ല. ഉസ്സയുടെ വിഗ്രഹം കുത്തിക്കൊണ്ട് പറഞ്ഞത്, വിളിയടാ ഉസ്സ എന്ന് വിളിയടാ. വേണമെങ്കിൽ അവിടെ ബിലാൽ മുഅദ്ദിൻ അയ്യൊപ്പനൊപ്പിടാമായിരുന്നു. നമ്മുടെ നാട്ടിലെ ചില ആളുകൾ ഇട്ട അയ്യൊപ്പനൊപ്പ് അവിടെ കിടന്നിടാമായിരുന്നു ബിലാലിന്. പക്ഷെ ബിലാല് പറഞ്ഞു, ഇല്ല, എൻ്റെ ശരീരം ഇഞ്ചിഞ്ചായി കൊത്തു നിറുക്കിയാലും ഇനി എൻ്റെ നാവ് കൊണ്ട് ഞാൻ ഉസ്സ എന്ന് വിളിക്കില്ല. ഉസ്സ മോശമായതുകൊണ്ടൊന്നുമല്ല, ലാത്ത ആള് വൃത്തികെട്ട ഒരാളായതുകൊണ്ടൊന്നുമല്ല. നേരെ മറിച്ച് ഇനി ഞാൻ ലാത്തെ വിളിക്കില്ല, ഉസ്സയെ വിളിക്കില്ല. അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്. മഹദി സുമയ്യ റളിയല്ലാഹു അൻഹയെ വെട്ടിനുറുക്കിയപ്പോഴും ആ മഹദി പറഞ്ഞു, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്. അങ്ങനെ ഒരുപാട് സഹാബികൾ, ഒന്നും രണ്ട് സഹാബി ഒന്നുമല്ല, എത്രയോ സഹാബികൾ, എത്രയോ ആളുകൾ. മഹാനായ ഹബീബ് റളിയല്ലാഹു അൻഹു, ഹബീബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കൊണ്ടുപോയി. അദ്ദേഹം പോയത് മുസൈലിമത്തുൽ കദ്ദാബിന്റെ അടുക്കലേക്കാണ്. മുസൈലിമത്തുൽ കദ്ദാബിന്റെ അടുക്കലേക്ക് നുസൈബയുടെ മകനായ ഹബീബ് പോയി റസൂലുള്ളാഹിയുടെ കത്തുമായി, പ്രവാചകനെ പരിചയപ്പെടുത്തുന്ന കത്തുമായി, മുസൈലിമയെ വിമർശിക്കുന്ന കത്തുമായി. ആ കത്തുമായി ചെന്ന ഹബീബിനോട് മുസൈലിമത്തുൽ കദ്ദാബ് ചോദിച്ചു, അതശ്ഹദു, നീ സാക്ഷ്യം വഹിക്കുന്നുണ്ടോ, അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് അല്ലാഹുവിന്റെ റസൂലാണെന്ന് നീ സാക്ഷ്യം വഹിക്കുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു, നഅം, അതെ, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. വീണ്ടും ചോദിച്ചു മുസൈലിമ, അതശ്ഹദു അന്നി റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണെന്ന് നീ സാക്ഷ്യം വഹിക്കുന്നോ? മഹാനായ ഹബീബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് കേൾക്കാൻ വയ്യാന്നാ, എനിക്ക് കേൾക്കുന്നില്ല, നീ രണ്ടാമത് ചോദിക്കുന്നത് എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. വീണ്ടും ചോദിച്ചു, അതശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലാണ് മുഹമ്മദ് എന്ന് നീ സാക്ഷ്യം വഹിക്കുന്നുണ്ടോ? നഅം. അതശ്ഹദു അന്നി റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് സാക്ഷ്യം വഹിക്കുന്നുണ്ടോ? മുസൈലിമ ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല. അവസാനം വെട്ടി നുറുക്കി ഹബീബ് എന്ന ആ സ്വഹാബിയെ തുണ്ടം തുണ്ടമായി വെട്ടി നുറുക്കി മുസൈലിമത്തുൽ കദ്ദാബ്. പക്ഷേ ഓരോ വെട്ടിയിട്ടും ചോദിച്ചു, അതശ്ഹദു അന്നി റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് നീ സമ്മതിക്കുമോ എന്ന് ചോദിക്കുമ്പോഴും അവിടെ കിടന്ന് പറഞ്ഞു, എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല എന്നാണ്. അങ്ങനെയാണ് ആ സ്വഹാബി ഷഹീദായത്. ചരിത്രത്തിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദായി പോയി. ഒരുപാട് ആളുകൾ ത്യാഗങ്ങൾ സഹിച്ചു, കുറേ ആളുകൾ പട്ടിണി കിടന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കം അടികൊണ്ട് അവശനായി നിലത്ത് വീണു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രവാചകന്റെ ശരീരം വരെ മുറിഞ്ഞു. ആ പ്രവാചകൻ പോലും അടികൊണ്ട് ഓടേണ്ട അവസ്ഥയുണ്ടായി. ഇതൊക്കെ ആ ചരിത്രത്തിലുള്ളതാണ്. നമ്മളൊക്കെ പിൻഗാമികളായി കടന്നു വന്നു. ഇനി നമുക്കൊരു പ്രശ്നവുമില്ല, നമ്മളിങ്ങനെ പോയാൽ മതി, സുഖലോലുപന്മാരായി. ഒരിക്കലുമില്ല കേട്ടോ, ഒരിക്കലും അള്ളാഹു അങ്ങനെ സ്വർഗം തരില്ല. അവരെ കുറെ പ്രയാസപ്പെടുത്തി, അവർക്ക് കുറെ ബുദ്ധിമുട്ട് നൽകി, അങ്ങനെ അവർക്ക് സ്വർഗം വാങ്ങാം. നിങ്ങൾ ഒരു പ്രയാസവും സഹിക്കണ്ട, നിങ്ങൾ നേരെ സ്വർഗത്തിലേക്ക് ഇങ്ങനെ പോകാൻ മാത്രം നിങ്ങളെന്തോ മഹത്വമുള്ളവരാണെന്ന് വിചാരിക്കണ്ട. റബ്ബ് വലിച്ചിട്ട് തരും. 1000 പ്രതിസന്ധികളെ, 1000 ബുദ്ധിമുട്ടുകളെ, 1000 പരീക്ഷണങ്ങളെ അള്ളാഹു നമുക്ക് മുന്നിലേക്ക് വലിച്ചിട്ട് തരും. ആ പരീക്ഷണങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നത് ഓരോ രംഗത്തും നമ്മൾ ആ പരീക്ഷണങ്ങളിലൂടെയാണ് കടന്നുപോയത്. നമ്മൾ നെഞ്ചിലേറ്റിയ ആളുകൾ, നമ്മൾ ഹൃദയത്തിലേറ്റിയ ആളുകൾ, നമ്മൾ തോളിൽ കൊണ്ട് നടന്ന ആളുകൾ, നമ്മുടെ തോളിലിരുന്ന് ചെവി കടിച്ചപ്പോഴും വേറെ ചില ആളുകൾ ഇറങ്ങി നിന്നുകൊണ്ട് അടിവയറ്റിൽ കടാര കുത്താൻ ശ്രമിച്ചപ്പോഴും വേറെ ചില ആളുകൾ നമ്മുടെ പച്ചക്കരൾ മാന്തിപ്പറിച്ചപ്പോഴും അവർ വിളിച്ചത്, അവർ പറഞ്ഞത് ഉമ്മയ്യത്ത് പറഞ്ഞതുപോലെയായിരുന്നു. അവർ ആവശ്യപ്പെട്ടത് ഉമ്മയ്യത്തിന്റെ ആവശ്യമായിരുന്നു. തൽക്കാലം ഇത്രയും കാലം അല്ലാഹ് എന്നിടത്ത് ഒരു ജിന്ന് ചെറുതായി, ഒരൽപ്പം മതി, പൂർണ്ണം വേണ്ട, ഹറാം ശിർക്കല്ല എന്ന രൂപത്തിലെങ്കിലും എന്ന് നമ്മുടെ എതിരാളി ചോദിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ ഖൽബ് വേദനിക്കുമായിരുന്നില്ല. നേരെ മറിച്ച് നമ്മൾ ഓമനിച്ച, നമ്മൾ ഹൃദയത്തിലേറ്റിയ, നമ്മൾ തോളിൽ കൊണ്ട് നടന്ന ആളുകൾ നമ്മോട് ചോദിച്ചപ്പോ, നമ്മൾ പഠിപ്പിക്കേണ്ട തൗഹീദ് അതാണെന്ന് പറഞ്ഞപ്പോ, യഥാർത്ഥത്തിൽ അല്ലാഹ് എന്ന വിളിക്കപ്പുറത്ത്, വിജനപ്രദേശത്ത് അല്ലാഹ് എന്ന വിളിക്കപ്പുറത്ത് വേറൊരു വിളി കൂടി ഉണ്ട് എന്നതാണ് തൗഹീദ് എന്ന് പറഞ്ഞപ്പോ, അതാണ് ലോകത്ത് ഇസ്ലാഹി പ്രസ്ഥാനം പഠിപ്പിച്ചതെന്ന് പറഞ്ഞപ്പോ നമ്മുടെ ചങ്കുപുള്ളി, ഹൃദയം നൊന്തു. നമ്മുടെ നേതാക്കന്മാരെ തെരുവിലിട്ട് പിച്ചിക്കറാൻ ശ്രമിച്ചപ്പോ നമ്മുടെ ഹൃദയം നൊന്തു. അതും പരീക്ഷണമാണ്.
പടച്ചറബിന്റെ പരീക്ഷണം, അള്ളാഹുവിന്റെ പരീക്ഷണം. എല്ലാവരും പോയി മുജാഹിദ് പ്രസ്ഥാനം പിരിച്ചുവിട്ട് ടാഗോർ ഹാളിന്റെ മൂലക്കായി എന്ന് ചില ആളുകൾ ഘോരം പ്രസംഗിച്ചപ്പോ വേറെ ചില ആളുകൾ എത്തി നോക്കാൻ പോയി ചില കടപ്പുറത്തൊക്കെ എവിടെ ആള് കൂടുതൽ എന്ന് നോക്കിയിട്ട് ഇല്ല, എല്ലാവരും പോയി ഇതാ കൂടുതൽ എവിടെയാണെന്ന് കണ്ട് ചാടി നടന്ന ആളുകൾ, ചാടാൻ പോയ ആളുകൾ. പരീക്ഷണമായിരുന്നു അള്ളാഹുവിന്റെ പരീക്ഷണം. നിങ്ങളിൽ വിശ്വാസമുറച്ചിട്ടില്ലാത്തവർ ആരാണ് എന്ന് അള്ളാഹുവിന്റെ പരീക്ഷണത്തിൽ കാലിടറി വീണുപോയ ആളുകൾ. നിങ്ങൾ ചിന്തിക്കണം, അവരൊക്കെ തെറ്റിപ്പോയത് എവിടുന്നാന്ന് ചോദിച്ചാൽ അൻസാറുള്ള സംഘത്തിൽ നിന്നാണ്. അൻസാറുള്ള അള്ളാഹുവിനെ സഹായിക്കാൻ ഇറങ്ങിയ ഒരു സംഘത്തിൽ നിന്ന് തെറ്റിപ്പോയ ആളുകൾ. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ, സ്ഥൈര്യം കൊടുക്കുമാറാകട്ടെ. നമുക്കാരും ശത്രുക്കളില്ല, ആരും നമ്മുടെ ശത്രുക്കളല്ല. നമ്മുടെ നെഞ്ച് കുത്തിക്കേറിയവനും നമ്മുടെ ശത്രുവല്ല. അവനും നന്നാകണമെന്ന് ആഗ്രഹിക്കുന്ന, അവനും ഈ ഹിദായത്തിന്റെ വഴിയിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന നസീഹത്തുള്ള ആളുകളാണ് മുജാഹിദ് പ്രവർത്തകർ. അതുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ വിദ്വേഷവും മാറ്റിവെച്ചുകൊണ്ട് വരാം അള്ളാഹുവിനെ സഹായിക്കാൻ, അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കാൻ. അള്ളാഹുവിന്റെ ഈ ദഅവത്തിന്റെ കാര്യത്തിൽ ആരുണ്ട് സഹായിക്കാൻ? ഈ തൗഹീദിന്റെ മാർഗത്തിൽ സഹായിക്കാൻ ആരുണ്ട്? നിങ്ങളുടെ മക്കളെ, ആ മക്കളെ വിട്ടുകൊടുക്കാൻ തയ്യാറുണ്ടോ? ഇറക്കുക റബ്ബിന്റെ മാർഗത്തിൽ. നിങ്ങളെ ഇറക്കി വെക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഇറങ്ങി വരിക അള്ളാഹുവിന്റെ ഈ മാർഗത്തിൽ. അതുപോലെ നിങ്ങളുടെ സഹോദരങ്ങളെ നിങ്ങൾ വിട്ടുതരാൻ ഒരുക്കമുണ്ടോ? വിട്ടുതരിക അള്ളാഹുവിന്റെ മാർഗത്തിൽ. സമ്പത്തുണ്ടോ? മാറ്റിവെക്കുക അള്ളാഹുവിന്റെ മാർഗത്തിൽ. നമുക്ക് എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും അള്ളാഹുവിന്റെ മാർഗത്തിൽ മാറ്റിവെക്കാൻ തയ്യാറാവുക. അങ്ങനെ റബ്ബിന്റെ സഹായികളായി ജീവിച്ച് നാളെ ആ റബ്ബിന്റെ മുന്നിൽ ഹാജരാക്കപ്പെട്ട് ആ റബ്ബിനെ സംതൃപ്തിയോടെ കാണാൻ, കണ്ണു നിറയെ കാണാൻ, എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും സ്വർഗത്തിൽ കാണാൻ പണിയെടുക്കണേ, പരിശ്രമിക്കണേ എന്ന് ഉണർത്തി എന്നെയും നിങ്ങളെയും ഈ അവസ്ഥയിൽ, ഈ തൗഹീദിന്റെ മണ്ണിൽ, ഈ ഭൂമിയിൽ ഒരുമിച്ച് റബ്ബിനെ നന്ദി പറഞ്ഞു ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. റബ്ബേ റഹ്മാനെ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നീ സ്വീകരിക്കണേ നാഥ. അള്ളാഹുവെ, ഞങ്ങളുടെ സംരംഭങ്ങളെ വിജയിപ്പിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, മഹത്തായ ഈ സംരംഭത്തിനെ സഹായിച്ചവരെ നീ സഹായിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ഇതിൻ്റെ മുൻഗാമികളായ ആളുകൾ, ഇതിനു വേണ്ടി അധ്വാനിച്ച ആളുകൾ, അവർക്ക് ഇതിൻ്റെ പ്രതിഫലം നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.